വികസനം ചർച്ചയാക്കി വിവാദങ്ങളെ മറികടക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച LDF കഴിഞ്ഞ 10 വർഷം കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചെറുസംഗമങ്ങൾ ഒരുക്കും. കുടുംബസംഗമങ്ങൾ വ്യാപിപ്പിക്കാനും CPM കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. തുടർഭരണം എന്ന ലക്ഷ്യവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് LDF. ഓരോ വീടുകളിലും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എത്തണം. അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ പ്രവർത്തകർ ചെയ്യണം. സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം കുടുംബസംഗമങ്ങളും ഒരുക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണ്ഡലങ്ങളിൽ താഴേത്തലം മുതൽ LDF ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് സിറ്റിംഗ് സീറ്റുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വന്തം മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗിൽ ഉണ്ടായ ചില പാകപ്പിഴകളുണ്ട്. അതൊക്കെ തിരുത്തി തുടർഭരണം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നണി ആവിഷ്കരിച്ചിട്ടുള്ളത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞ വാർഡുകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. ജില്ലാ ഏരിയ നേതാക്കൾ നേരിട്ട് വീഴ്ചകൾ പരിശോധിക്കണം. ഇങ്ങനെ നിരവധി നിർദ്ദേശങ്ങളാണ് CPM കീഴ്ഘടകങ്ങൾക്ക് നൽകിയത്. ഇതിനൊപ്പം എല്ലാ മണ്ഡലങ്ങളിലും വികസനം ചർച്ചയാക്കുന്ന സംവാദങ്ങൾ നടക്കണം. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞാകണം സംവാദങ്ങൾ. അതിന്റെ ആദ്യപടിയെന്ന നിലയിൽ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പങ്കെടുക്കുന്ന വികസന സംവാദം വേങ്ങാട് കുഴിയിൽപീടികയിൽ നടന്നു. 3 ദിവസം ഇത്തരത്തിലുള്ള സംവാദങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കും. ഈ 10 വർഷം കൊണ്ട് 1 ലക്ഷം കോടിയിൽ പരം രൂപ നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് ചെലവഴിച്ചിരിക്കുന്നു. ഇതൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു നാടായിരുന്നു നമ്മുടെ നാട്. അത് കിഫ്ബിയുടെ ഫണ്ടിലൂടെയാണ് ചെലവഴിച്ചത്. അതിൻ്റെ ഭാഗമായി നാട്ടിലാകെ വലിയ തോതിലുള്ള മാറ്റമുണ്ടായി എന്ന് കാണാൻ നമുക്ക് സാധിക്കും. സിറ്റിംഗ് സീറ്റുകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോവുകയാണ് LDF ലക്ഷ്യം. ആ സീറ്റുകളെല്ലാം നിലനിർത്തിയാൽ തന്നെ തുടർഭരണം ഉറപ്പാക്കാൻ കഴിയും. നിലമ്പൂർ അടക്കം സിറ്റിംഗ് സീറ്റിന്റെ പട്ടികയിൽപ്പെടുത്തി പ്രവർത്തിക്കാനാണ് LDF തീരുമാനം. വിവാദങ്ങളെ വികസന മുദ്രാവാക്യം കൊണ്ട് നേരിടുകയാണ് LDF തന്ത്രം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ ആശങ്ക അകറ്റാനുള്ള നീക്കങ്ങളും നേതാക്കൾ ഏറ്റെടുക്കണം. SIR ന്യൂനപക്ഷങ്ങൾക്കെതിരായ പിണറായിയുടെ തന്ത്രമെന്ന പ്രചരണം ഗീബൽസിയൻ നുണയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരികയും ചെയ്തു. ആ വോട്ടർ പട്ടിക പുതുക്കല് കേരള ഗവൺമെന്റ് ചെയ്യുന്നതാണ്. മുഖ്യമന്ത്രിയാണ് നേതൃത്വം കൊടുക്കുന്നത്. അത് എന്തിനാ? ഒരു വിഭാഗത്തെ ഇവിടെ നിന്നും പറഞ്ഞേക്കാനാണ്. ഇതൊക്കെ നാട്ടിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന അവസ്ഥയാണ്. നാം കാണേണ്ടത് ഇത്തരം പ്രചാരണം മറ്റൊന്നും അവർക്ക് പറയാനില്ല. ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് LDFനെയോ LDF ഗവൺമെൻറ്റിനെയോ എതിർക്കാൻ കഴിയില്ല. അപ്പോൾ കള്ളങ്ങൾ, നുണകൾ പ്രചരിപ്പിക്കുകയാണ്. പണ്ട് നുണപ്രചാരണത്തിൻ്റെ ഏറ്റവും വലിയ ആശാനായി ഗീബൽസിനെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആ ഗീബൽസിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലാണ് LDFനെ എതിർക്കുന്നവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തനത്തിൽ ചെറിയ വീഴ്ചകൾ പോലും ഉണ്ടാകരുത് എന്നതിനാൽ CPMന്റെയും LDFന്റെയും ജില്ലാ നേതൃത്വങ്ങൾ താഴെത്തലത്തിൽ ജാഗ്രതയോടെ ഇടപെടണമെന്നും നിർദ്ദേശമുണ്ട്. സിറ്റിംഗ് സീറ്റുകളെല്ലാം നിലനിർത്താനുള്ള കർമ്മ പദ്ധതിയാണ് LDF ആവിഷ്കരിച്ചിട്ടുള്ളത്. വോട്ടെടുപ്പ് കഴിയും വരെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങൾക്കിറങ്ങാൻ CPM അണികൾക്ക് ആഹ്വാനവും നൽകിയിട്ടുണ്ട്. തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും CPM ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഉറപ്പാക്കും വിധത്തിലുള്ള പ്രവർത്തനം പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു. ധർമ്മടം മണ്ഡലത്തിലെ കുഴിയിൽപീടികയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.